നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്വസ്ഥമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നെയ്മർ ജൂനിയർ സങ്കടം പറയുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങളുമൊത്ത് ബീച്ചിൽ പോകണം, അങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയാൽ ആരാധകർ ഒരുമിച്ച് കൂടുകയാണ്. അതുകൊണ്ട് ആ ഒരു പ്രൈവസി കിട്ടുന്നില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുന്നു. ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു നോർമൽ പേഴ്സൺ ആണോ? അതുപോലെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു നിങ്ങൾ നോർമൽ പേഴ്സൺ അല്ല എന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ വളരെ നോർമലായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. എനിക്ക് സാധാരണ ആളുകൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. എനിക്ക് ആഗ്രഹമുണ്ട് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ബീച്ചിൽ പോകണം. പക്ഷേ അത് ഞാൻ ചെയ്യണമെങ്കിൽ എൻ്റെ മുഖം മറച്ചോ അല്ലെങ്കിൽ വേഷം മാറിയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. ഞാൻ ന്യൂയോർക്കിൽ അങ്ങനെ ചെയ്തിരുന്നല്ലോ. അപ്പം എന്നിട്ട് പോലും ആളുകൾ എന്നെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഒരിക്കൽ ഞാൻ സാൻഡോസിലെത്തി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കടയുടെ മുന്നിലെത്തിയപ്പോൾ അവിടെ നിറയെ ആളുകളാണ്. എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്തിനെ വിട്ടിട്ടാണ് പിന്നീട് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. തീർച്ചയായിട്ടും ആളുകളുടെ ഒരു സ്നേഹമാണ് എന്നെനിക്കറിയാം. എന്നാൽ പോലും സാധാരണക്കാരെ പോലെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടമാണ് നെയ്മർ പറയുന്നത്. ഇത് ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു അവസ്ഥ ഇതായിരിക്കും. അവരെവിടെ ചെന്നാലും ഇടിച്ച് കയറി അവരുടെ പ്രൈവസിയൊക്കെ ഹനിച്ച് ചാടിക്കയറി സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ അവരെ തൊടാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരും എന്നെയും നിന്നെയും ഒക്കെ പോലെ നിങ്ങളെയൊക്കെ പോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ ഉള്ളിൽ. അവർക്കും നമ്മളെപ്പോലെയൊക്കെ ടൗണിലൂടെ ഇറങ്ങി നടക്കാനും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനും ബീച്ചിൽ മക്കളായിട്ട് പോകാനൊക്കെ താല്പര്യമുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ പ്രൈവസിയിൽ കടന്നു കയറാതെ അവരുടെ ഫാമിലിക്കൊക്കെ ഒപ്പമൊക്കെ ആണെങ്കിൽ ആ പ്രൈവറ്റ് ലൈഫിലേക്കൊന്നും കടക്കാതെ അവരവരുടെ പാട്ടിന് വിടുന്നതാണ് അതിൻ്റെ ശരി. അതാണിപ്പോൾ നെയ്മർ ഇവിടെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.